എൻ്റെ സ്വന്തം ടീച്ചറാണ് മിസ്റ്റർ പളനിയപ്പൻ. വളരെ സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. ഉജ്വൽ വളരെ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് അച്ഛനെ കൊണ്ട്, അച്ഛൻ രാവിലെ മുതൽ എല്ലാ പ്രോഗ്രാംസും കണ്ടുകൊണ്ടിരിക്കുന്നു. ഹയർ സെക്കൻഡറി ഹിസ്റ്ററി ടീച്ചറാണ്. സോ അങ്ങനെ മോനെ കാണുമ്പോൾ ആ ഒരു ഐസിലുള്ള ആ ഒരു എന്തൂസിയാസം, ആ ഒരു ആവേശവും ഇന്നസെൻസും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സന്തോഷം. ഞാൻ ഇത് അരുൺ പറഞ്ഞപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞങ്ങൾ ആസ്വദിക്കാൻ വന്നവരാണ് ഈ കല എന്ന് പറയുന്നത്. അപ്പം എന്താണ് അതിൻ്റെ ഇടയിൽ അങ്ങനെ എന്നുള്ളത് ആദ്യം മനസ്സിലായിരുന്നില്ല. കലോത്സവത്തിന് മുൻപ് വന്നിട്ടുണ്ട്? ഉണ്ട്. എങ്ങനെയുണ്ട്? ഇപ്പം ഇവിടെ വന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉജ്വലിന് അച്ഛനും ആ സമ്മാനം നൽകുന്നത്. ഇത്രയും പേരുന്ന് ഉജ്വലിനെ അച്ഛനെയും കണ്ടു. ഇപ്പൊ അച്ഛൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻറ് ഉജ്വലാണെന്ന് പറഞ്ഞു. ഉജ്വലിനോ? എനിക്ക് അച്ഛൻ്റെ ഒരു നല്ല ടീച്ചറാണ് എൻ്റെ അച്ഛൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കി പറഞ്ഞിരുന്നു. നല്ലൊരു അച്ഛൻ ആയിരുന്നു എൻ്റെ അച്ഛൻ. നമ്മളെയും കാണിച്ചിരുന്നു. അച്ഛനും എനിക്ക് ഓരോന്ന് പറഞ്ഞുതരും, ഞാനും അച്ഛനും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കുന്നു. അങ്ങനെ തന്നെ ഇങ്ങനെ പോകും. സാർ വളരെ സന്തോഷം. ഇതൊരു തുടക്കമാവട്ടെ. സ്റ്റാർ ഇനിയും എല്ലാ വർഷങ്ങളും ഉജ്വൽ വലിയ സ്റ്റാർ ആവണം. ഓക്കെ. അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് ഈ കലോത്സവം കാണുക പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വരും, കാണും. ഞാൻ അച്ഛനും ഓരോന്ന് പറഞ്ഞെടുക്കും, അച്ഛൻ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരും. രസകരമാണ്. ഞങ്ങൾ എന്താ വെച്ചാൽ ഇങ്ങനെ ആസ്വദിക്കുമ്പോഴേ കാണുമ്പോഴേ കാര്യങ്ങൾ പറഞ്ഞു തരും. തിരിച്ചും അങ്ങനെ അവന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഇന്ന് രാവിലെ പിന്നെ വന്നു. അപ്പം ഉദ്ഘാടന സെഷൻ ഇപ്പോൾ മിമിക്രി ആണിപ്പം ഉണ്ടായിരുന്നത്. വളരെ രസകരമായിട്ട് ആസ്വദിച്ചു. ഞങ്ങൾ രണ്ടുപേർക്കും കല ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേർക്കും ആസ്വദിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരസ്പരം ആസ്വദിച്ചുകൊണ്ട് ആ ഒരു ഇതിൽ വരുന്നു, ഇനിയും വരും. മിമിക്രിയോടും മോണോ ആക്ടിനോടുമൊക്കെയുള്ള അച്ഛൻ്റെ കമ്പത്തിനൊപ്പം കൂടിയതാണ് മകനും. പട്ടാമ്പിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തി. വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഒത്തൊരുമിച്ച് അവർ നടന്നു. കണ്ടും കേട്ടും അനുഭവിച്ചും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കലാരൂപങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കേട്ടാസ്വദിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള വിഷ്വൽസ്, ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ആ ആസ്വാദനത്തിന് കുറച്ചുകൂടി ഒരു മുതൽക്കൂട്ടാവുന്നുണ്ട്, കുറച്ചുകൂടി ഭംഗിയാവുന്നുണ്ട് എന്നുള്ളതാണ്. ഉജ്വൽ കണ്ടതെല്ലാം അച്ഛൻ്റെയും കാഴ്ചയായി. അച്ഛൻ കേട്ടതെല്ലാം ഉജ്വലിനും പകർന്നു കൊടുക്കുന്നു. കലോത്സവ നഗരിയിലെ ഒരു അനുഭൂതി തന്ന കാഴ്ച തന്നെയായിരുന്നു ഇത്. ഈ അച്ഛനും മകനും ഈ യാത്ര തുടരട്ടെ.